ഞാനൊരു പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഷെയർ ചെയ്യാൻ തോന്നുന്നു. ഓക്കെ. പ്രസൻറ്റേഷൻ വിസിബിൾ ആണോ? അതുപോലെ ഓഡിയോ വിസിബിൾ, ഹിയറിംഗ് കറക്റ്റ് ആണോ Sir, എന്നൊക്കെ okay. ഒന്ന് കൺഫേം ചെയ്യും. ഓക്കെ അല്ലേ? Yes, sir, okay. ഓക്കെ. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 45 മിനിറ്റ്സ് നമ്മൾ ഒരു സെഷനും അതിനുശേഷം ഒരു 15-20 മിനിറ്റ്സ് ക്വസ്റ്റ്യൻ ആൻസർ സെഷനുമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു US യൂണിവേഴ്സിറ്റികളിൽ സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസ് മേഖലകളിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ഫണ്ടിങ്, ഇതാണ് കൂടുതലായിട്ട് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സെഷന് രണ്ട് ഇതായിട്ടാണ് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മൾ ബേസിക്കലി 3 എന്ന് പറയാം. അതായത് ഒന്ന് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും, മറ്റൊന്ന് ആ ഒരു അപ്ലിക്കേഷൻ രീതികളെക്കുറിച്ചും, മൂന്നാമതായി ഫണ്ടിങ് ഓപ്ഷൻസിനെ കുറിച്ചുമാണ് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ കൂടുതലായിട്ടും മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ PhD എന്നിവയ്ക്ക് വേണ്ടി ആണ് കൂടുതലായിട്ടും വിദ്യാർത്ഥികൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടുള്ളതെന്ന് തോന്നുന്നു. അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് എനിക്ക് തോന്നുന്നു പോളിഗ്രാഡിൽ ഉണ്ടാകാം, എങ്കിൽ കൂടി ഞാൻ ഈ ഒരു പ്രസൻറ്റേഷൻ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മാസ്റ്റേഴ്സ് ആൻഡ് PhD സ്റ്റുഡൻസിനാണ്. അതുകൊണ്ട് അവരെ ഫോക്കസ് ചെയ്തിട്ട് ആണ് കൂടുതലായിട്ട് ഈ ഒരു പ്രസൻറ്റേഷൻ മൂവ് ചെയ്യുന്നത്. മറ്റ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ Q&A സെഷനിൽ ഡീൽ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, സാധാരണയായിട്ട് PhD മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനുള്ള അപ്ലിക്കേഷൻസ് കൂടുതലായിട്ട് ഏകദേശം സെയിം രീതിയിലാണ് ഉള്ളത്. അതിനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ PhD പ്രോഗ്രാംസിൽ തന്നെ മാസ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു രീതിയാണ് സാധാരണയായിട്ട് US യൂണിവേഴ്സിറ്റികളിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രസൻറ്റേഷനിൽ കാണാം, PhD പ്രോഗ്രാംസ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് 5 മുതൽ 7 വർഷം വരെയുള്ള, ആ 7 വർഷം അല്ലെ 5 വർഷത്തിൽ ഫസ്റ്റ് 2 and 3 ഇയേഴ്സ് ബേസിക്കലി കോഴ്സ് വർക്ക് മാത്രം, അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രിപ്പറേഷൻ മാത്രം, റിസർച്ച് പ്രിപ്പറേഷൻ മാത്രമുള്ള വർഷങ്ങളാണ്. ആ ഒരു സമയത്ത് റിസർച്ച് ചെയ്യുന്നില്ല. അതിനുശേഷമാണ് നമ്മൾ റിസർച്ച് പ്രപ്പോസലൊക്കെ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ PhD പ്രോഗ്രാംസ് എല്ലാം ഫുള്ളി ഫണ്ടഡ് ആണ്. 98% ഓഫ് PhD പ്രോഗ്രാംസ് US ഫുള്ളി ഫണ്ടഡ് ആണ്. US യൂണിവേഴ്സിറ്റികളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൈഗറസ് ആയിട്ടുള്ള മെത്തഡോളജിക്കൽ ട്രെയിനിങ് ഉണ്ടാവും. അത് മറ്റ് ഇടങ്ങളിലൊക്കെ മറ്റ് യൂറോപ്യൻ, UK അല്ലെങ്കിൽ മറ്റ് ഓസ്ട്രേലിയ പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള വളരെ റൈഗറസ് ആയിട്ടുള്ള മെത്തഡോളജിക്കൽ ട്രെയിനിങ്ങും അതോടൊപ്പം തന്നെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും ലഭിക്കുന്ന രീതിയിലാണ് PhD പ്രോഗ്രാം ഉള്ളത്. അതിൻ്റെ റിക്വയർമെൻറ്റ്സ് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ ഹോണേഴ്സ് ഡിഗ്രി, അതായത് 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായാൽ PhD പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാം. മാസ്റ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത് US എല്ലാം കുറച്ചൊരു ലോങ് പ്രോഗ്രാംസ് ആണ്. UK പോലെ 1 ഇയർ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് വളരെ റെയർ ആണ്. 2 ഇയർ ആണ് കൂടുതലായിട്ടുണ്ടാവുക. 1.5 ഇയറുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാംസും ഉണ്ട്. മാസ്റ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്, ഫണ്ടിങ് ഓപ്ഷൻസ് കുറവാണ്. എങ്കിൽ കൂടി ചില ഫുള്ളി ഫണ്ടഡ് ഓപ്ഷൻസ് ഉണ്ട്, ചില ട്യൂഷൻ വേവർ അസിസ്റ്റൻഷിപ്സുകളുമുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. അതുപോലെ തന്നെ പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് US പോയിട്ട് അതിനുശേഷം അവിടെ തന്നെ PhD അല്ലെങ്കിൽ അവിടെ തന്നെ വേറെ യൂണിവേഴ്സിറ്റികളിലൊക്കെ PhD ചേരുന്ന പാത്ത് വേ സാധാരണയായിട്ട് കണ്ടുവരുന്നുണ്ട്. ഞാനും അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അപ്പം അതൊരു നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാത്ത് വേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി, 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി കൊണ്ട് തന്നെ നമുക്ക് US മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അപേക്ഷിക്കാം. ഇനി നമ്മൾ US യൂണിവേഴ്സിറ്റി സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട, അവിടെ 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റികളുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റികളുണ്ട്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഇപ്പോൾ പബ്ലിക് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ UCLA, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ സിസ്റ്റത്തിലുള്ള UC ഡേവിസ്, UC LA, അതുപോലെ UC സാന്റിയാഗോ, ഇങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് മിഷിഗൺ, സിറ്റി യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂയോർക്ക്, ഇങ്ങനെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികൾ അവർക്ക് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു എന്താണ് അക്കാദമിക് നെറ്റ്വർക്ക് ഉണ്ടാകാം. പക്ഷേ ലോവർ ഫീ ആണ്, വളരെ കുറഞ്ഞ ഫീ ആണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഫണ്ടിങ് ഓപ്ഷൻസും ചിലപ്പോൾ കുറവായിരിക്കാം.
പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ നമുക്കൊക്കെ അറിയുന്ന ഐവി ലീഗ് യൂണിവേഴ്സിറ്റികൾ, ഉദാഹരണത്തിന് കൊളംബിയ, യേൽ, പ്രിൻസ്റ്റൺ, സ്റ്റാൻഫോർഡ്, അതല്ലാതെയുള്ള മറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ, ഇവരെ ട്യൂഷൻ ഫീ കൂടുതലായിരിക്കാം. പക്ഷേ എങ്കിൽ കൂടി വളരെ വലിയ എൻഡോമെൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും കൂടുതൽ ഫണ്ടഡ് ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ഇത്തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ തന്നെ വളരെ വലിയ ഫെസിലിറ്റീസും ഒക്കെ ഇത്തരം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി US അക്കാദമിക് സിസ്റ്റത്തിൻ്റെ ചില ഓപ്പർച്യൂണിറ്റീസ് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഒന്നാമത് ഞാൻ പറഞ്ഞു, വളരെ റൈഗറസ് ആയിട്ട് ട്രെയിനിങ് ആണ് ഇത്. ലോകത്ത് എവിടെ പോയാലും നിങ്ങൾക്ക് ഇത്രത്തോളം, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസിൽ ഇത്രത്തോളം റൈഗറസ് ആയിട്ടുള്ള, ഇത്രത്തോളം വളരെ വേണമെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ട് എന്ന് പറയാം. കാരണം അത്രത്തോളം ഞാൻ മാസ്റ്റേഴ്സിന് കഴിഞ്ഞ വർഷം ന്യൂയോർക്കിലുണ്ടായപ്പം വീക്ക് ആൻഡ് വീക്ക് ഔട്ട് നമുക്ക് വർക്ക് ഉണ്ടാവും, നമുക്ക് പേപ്പേഴ്സ് എഴുതേണ്ടതുണ്ടായിട്ടുണ്ടാവും, വായിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അത് വളരെ റൈഗ്രസ് ആയിട്ടുള്ള തിയറിയിലും മെത്തഡോളജിയിലും റൈറ്റിങ്ങിലൊക്കെ, ടീച്ചിങ്ങിലും അതുപോലെ ലാംഗ്വേജ് പ്രിപ്പറേഷനിലൊക്കെയുള്ള ട്രെയിനിങ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ കുറച്ച് ലോങ്ങർ പ്രോഗ്രാംസ് ആണ്, കുറച്ച് വർഷം എടുത്തിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. അതുകൊണ്ട് തന്നെ അത്രത്തോളം റോബസ്റ്റ് ആയിട്ടുള്ള റിസർച്ച് പ്രൊഫൈൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. മറ്റൊന്ന്, ലോകത്ത് എവിടെയും കാണാത്ത അത്രയുള്ള ജനറസ് ആയിട്ടുള്ള ഫണ്ടിങ് ഓപ്ഷൻസ്, പ്രത്യേകിച്ച് PhDകൾക്ക് US-ലുണ്ട്. US-ൽ ഞാൻ പറഞ്ഞു, US-ലെ എല്ലാ PhDകളും 98% ഓഫ് PhDസും ഫുള്ളി ഫണ്ടഡ് ആണ്. മാസ്റ്റേഴ്സിനും അതിൻ്റേതായിട്ടുള്ള ഫണ്ടിങ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി അതിന് പുറമെ PhD സ്റ്റുഡൻസിനൊക്കെ പ്രത്യേകിച്ച് ഡിസർട്ടേഷൻ ഗ്രാൻഡ്, കോൺഫറൻസ് ട്രാവലിന് വേണ്ടിയുള്ള ഗ്രാൻഡ്, ലാംഗ്വേജിന് വേണ്ടി, ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സമ്മറിലൊക്കെ ലാംഗ്വേജ് സപ്പോർട്ടിന് വേണ്ടിയുള്ള ഫെലോഷിപ്പുകൾ, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് ലഭിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടിയാണ് US-ലുള്ളത്. മറ്റൊന്ന്, US-ലെ ടോപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഹാർവേഡ്, യേൽ, പ്രിൻസ്റ്റൺ, കൊളംബിയ അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളൊക്കെ ഉള്ളതും, അതോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള ആ യൂണിവേഴ്സിറ്റികളിലും ഇൻക്ലൂഡഡ് ആയിട്ടും അല്ലാത്തതായിട്ടുള്ള വളരെ വലിയ ലൈബ്രറികളും ആർക്കൈവുകളും പ്രൊഫഷണൽ അക്കാദമിക് അസോസിയേഷൻസ്, ഉദാഹരണത്തിന് അമേരിക്കൻ ആന്ത്രപ്പോളജി അസോസിയേഷൻ, അമേരിക്കൻ ഹിസ്റ്റോറിയൻസ് അസോസിയേഷൻ, ഇങ്ങനെയുള്ള വളരെ വലിയ പ്രൊഫഷണൽ അക്കാദമിക് അസോസിയേഷൻസും നമുക്ക് US-ൽ കാണാൻ പറ്റും. അപ്പോൾ അതൊരു സ്കോളാസ്റ്റിക് മൊബിലിറ്റിക്ക്, നമ്മളെ കരിയർ മൊബിലിറ്റിക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യമാണ് US-ലുള്ളത്. ഇനി US-ലെ അക്കാദമിക് സിസ്റ്റത്തിൻ്റെ മറ്റൊരു വലിയ ഒരു ഡിസ്റ്റിങ്ഷൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻ്റർ ഡിസിപ്ലിനറി കൾച്ചറാണ്. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഇന്ത്യൻ അക്കാദമിയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മളൊരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ആ ടോപ്പിക്ക് ഇപ്പോൾ റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് വെറും ഒരു പൊളിറ്റിക്കൽ സയൻസിൽ മാത്രം പഠിക്കാവുന്ന ഒരു ഫീൽഡല്ല. മറിച്ച് US-ലെ ഡിപ്പാർട്ട്മെൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഈ ഒരു വിഷയം തന്നെ റിലീജിയസ് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പഠിക്കാം, ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാം, ഇനി ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഏരിയ സ്റ്റഡീസ് പോലെയുള്ള മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ്, സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിക്കാം, സോഷ്യോളജിയിൽ പഠിക്കാം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ NYU എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് മിഡിൽ ഈസ്റ്റേൺ ഇസ്ലാമിക് സ്റ്റഡീസ് എന്നാണ്. ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ആന്ത്രപ്പോളജിസ്റ്റുകളുണ്ട്, സോഷ്യോളജിസ്റ്റുകളുണ്ട്, പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകളുണ്ട്. ഇങ്ങനെ വളരെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് സ്കോളേഴ്സ് ലഭ്യമായിട്ടുള്ള, വളരെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അക്കാദമിക് സിസ്റ്റം, US അക്കാദമിക് സിസ്റ്റത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യൻ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിൽ നമുക്ക് റിസർച്ച് ചെയ്യാൻ സാധിക്കാത്ത, അല്ലെങ്കിൽ അതിന് ഫണ്ടിങ് ലഭിക്കാത്ത പല വിഷയങ്ങളും പലപ്പോഴും ഇത്തരം ഇൻ്റർ ഡിസിപ്ലിനറി സെൻറ്റേഴ്സുകളിൽ US-ൽ റിസർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതും നമ്മുടെ സ്പെഷ്യലൈസേഷനും നമ്മുടെ ഒരു റിസർച്ച് കരിയറിനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ഈ ഒരു ഇൻ്റർ ഡിസിപ്ലിനറി കൾച്ചർ എന്ന് പറയുന്നത്. മറ്റൊന്ന്, നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുമ്പോൾ തന്നെ US-ൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ UK-ലെ പോലെ നമുക്ക് ക്യാമ്പസിന് പുറത്ത് എംപ്ലോയ്മെൻറ്റ് സാധ്യമല്ല, അത് ഇല്ലീഗലാണ്. എന്നാൽ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ അത്രത്തോളം ഇമ്മേഴ്സീവ് ആയിട്ടുള്ള കരിയർ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇപ്പോൾ ഓൺ ക്യാമ്പസ് ആയിട്ടുള്ള ജോബുകൾ, ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ്, റിസർച്ച് അസിസ്റ്റൻഷിപ്പ്, ചിലപ്പോൾ ഈ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പിലൂടെയും റിസർച്ച് അസിസ്റ്റൻഷിപ്പിലൂടെയൊക്കെയാണ് ട്യൂഷൻ വേവറുകളും അതുപോലെ സ്റ്റൈപ്മെൻറ്റുകളൊക്കെ നമുക്ക് ലഭിക്കാറുള്ളത്, പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് സ്കോളേഴ്സിന്. അതുപോലെ ക്യാമ്പസ് തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്, ലൈബ്രറി അസിസ്റ്റൻസ് ആയിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻസ് ആയിട്ടും ഒക്കെ, പ്രത്യേകിച്ചും ഒരു കരിയർ ഇൻഡസ്ട്രി ഫീൽഡിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത്തരം ഓപ്പറേഷണൽ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്പീരിയൻസ് വളരെയധികം ഉപകാരപ്പെടും. ഇനി അതുപോലെ തന്നെ പലപ്പോഴും പല US യൂണിവേഴ്സിറ്റികൾക്കും മ്യൂസിയംസ്, ഇപ്പോൾ ന്യൂയോർക്കിലൊക്കെ മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട് പോലെയുള്ള മ്യൂസിയംസ്, ആർക്കൈവൽ കളക്ഷൻസ്, അതുപോലെ ലൈബ്രറീസ്, NGOs, പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, പ്രത്യേകിച്ച് വാഷിങ്ടണിലൊക്കെ ഉള്ള
യൂണിവേഴ്സിറ്റികൾക്ക് DC-യിലൊക്കെ ഉള്ള യൂണിവേഴ്സിറ്റികൾക്ക് പോളിസി ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടും ഒക്കെ വളരെയധികം ബന്ധങ്ങളുണ്ട്. ഈ ബന്ധങ്ങൾ, പാർട്ട്ണർഷിപ്പുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താനും പ്രത്യേകിച്ച് പബ്ലിക് ഹ്യൂമാനിറ്റീസ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവിടങ്ങളിലൊക്കെ നമുക്ക് ഇൻറ്റേൺഷിപ്പ് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ വളരെയധികം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. ചിലപ്പോൾ ഫണ്ടിങ്ങിന് പറയുമ്പോൾ ഞാൻ ചിലത് ഞാൻ മെൻഷൻ ചെയ്യാം. മറ്റൊന്ന്, പലപ്പോഴും നമ്മളെ സ്റ്റുഡൻസിനൊക്കെയുള്ള ഒരു ആദ്യമാണ് അവർ PhD കഴിഞ്ഞിട്ട്, മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് US-ൽ നിൽക്കാൻ പറ്റുമോ? ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ പോളിസീസൊക്കെ വളരെയധികം നെഗറ്റീവായിട്ടാണ് സ്റ്റുഡൻസിനെ ബാധിക്കുന്നത്. പലപ്പോഴും പ്രത്യേകിച്ച് പോസ്റ്റ് ട്രംപ് ഒരു ഇമിഗ്രേഷൻ വിസ ഫ്യൂച്ചറൊക്കെ വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആണ്. എങ്കിൽ കൂടി നമുക്ക് കരിയറിന് നമ്മൾ മാസ്റ്റേഴ്സിന് ശേഷവും PhDക്ക് ശേഷവും പലപ്പോഴും US-ൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള വർക്ക് അതോറൈസേഷൻ കിട്ടാനുള്ള ചാൻസ് ഇപ്പോഴും കൂടുതൽ തന്നെയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പഠനത്തിൻ്റെ സമയങ്ങളിൽ തന്നെ സമ്മറിൽ നമുക്ക് CPT കരിക്കുലം പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിനോട് കൂടി സമ്മർ ഇൻറ്റേൺഷിപ്പുകളിൽ വർക്ക് അതോറൈസേഷൻ വെച്ച് ചെയ്യാൻ പറ്റും. അതുപോലെ പഠനത്തിന് ശേഷം ഒരു വർഷം നമുക്ക് അവിടെ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാം. അതിനുശേഷം H1B വിസ നമ്മുടെ എംപ്ലോയർ സ്പോൺസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്വേയിലൂടെ നമുക്ക് അവിടെ ജോയിൻ ചെയ്യാം. ഇനി അതല്ല PhD സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് അവരൊരു സ്കിൽഡ് പൊസിഷനാണ് അല്ലെങ്കിൽ എക്സെപ്ഷണൽ പ്രൊഫഷണൽ ആണ് എന്ന നിലക്ക് അവർക്ക് EB2 EB3 വിസാസൊക്കെ പലപ്പോഴും എംപ്ലോയേഴ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റീസ് അവിടെ പോസ്റ്റ് ഡോക്ടർ ഫെല്ലോ ആയിട്ടൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള 4 പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പഠനത്തിന് ശേഷമുള്ള ഓപ്ഷൻസും കരിയർ ഓപ്ഷൻസും നമുക്ക് US-ൽ സാധാരണയായിട്ട് ഉണ്ട്. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ തന്നെ നമ്മൾ ജനറസ് ഫണ്ടിങ്ങിനെ കുറിച്ചും റൈഗറസ് ആയിട്ടുള്ള ആ ഒരു ട്രെയിനിങ് ഒക്കെ, ഇൻ്റർഡിസിപ്ലിനറി അപ്രോച്ചിനെ കുറിച്ചൊക്കെ ഫോക്കസ് ചെയ്തു. ഇനി ഞാൻ കൂടുതലായിട്ട് ആ ഒരു അപ്ലിക്കേഷൻ രീതി എങ്ങനെയാണ് നമ്മൾ മാസ്റ്റേഴ്സിനും PhDക്കും വേണ്ടി അപ്ലൈ ചെയ്യേണ്ടത് എന്നതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാസ്റ്റേഴ്സിനും PhD അപ്ലിക്കേഷനും സാധാരണയായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള അപ്ലിക്കേഷനാണുള്ളത്. അതിനൊരു കാരണം, PhD എന്ന് പറഞ്ഞാൽ അവിടെ നേരെ നമ്മൾ റിസർച്ചിലേക്ക് പ്രവേശിക്കുന്ന ഒന്നല്ല, മറിച്ച് 2-3 വർഷം മാസ്റ്റേഴ്സിലെ പോലെ തന്നെ കോഴ്സുകൾ ചെയ്യുന്ന, ലാംഗ്വേജ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ PhDക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിൽ നിന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ 5-6 പേജുള്ള റിസർച്ച് മെത്തഡോളജി അവർ ആവശ്യപ്പെടുന്നില്ല. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സിൻ്റെയും PhDയുടെയും അപ്ലിക്കേഷൻസ് വളരെ സിമിലർ ആണ്. ചില ഡോക്യുമെൻസിലുള്ള ചില വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഞാൻ പോളിഗ്രാഡിന് പ്രത്യേകിച്ചൊരു പ്രശംസ അർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഈ ഒരു ടൈം വളരെയധികം ക്രൂഷ്യലാണ്. നിങ്ങൾക്ക് ഏറ്റവും വളരെ സുഖകരമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണിത്. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു വൈഡ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റുകളെ നമ്മൾ ഗൂഗിൾ സെർച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം, AI ChatGPT ഉപയോഗപ്പെടുത്താം, നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഉപയോഗപ്പെടുത്താം. അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള സെർച്ചുകൾ ഉപയോഗപ്പെടുത്താം. അതെല്ലാം ഉപയോഗപ്പെടുത്തി നമുക്കൊരു വൈഡ് ലിസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് പോകാൻ പറ്റുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അല്ലെങ്കിൽ കോഴ്സുകളുടെ ഒരു വൈഡ് ലിസ്റ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ടോപ്പിക്ക്, നിങ്ങൾ റിസർച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു വിഷയം, അത് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമായിരിക്കില്ല, മറിച്ച് ഏരിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവും, മിഡിൽ ഈസ്റ്റേൺ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവും, മറ്റ് ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവും, ഇൻ്റർഡിസിപ്ലിനറി സെൻറ്റേഴ്സിൽ ഉണ്ടാവും. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ശ്രദ്ധിക്കാൻ നോക്കുക. അപ്പോൾ ഞാനൊരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് ആണ് എന്നതുകൊണ്ട് പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പോകണമെന്നില്ല. പലപ്പോഴും ഇന്ത്യയിൽ നിന്ന് പോകുന്ന പല PhDക്കും മാസ്റ്റേഴ്സിനും പോകുന്ന വിദ്യാർത്ഥികളും ഇത്തരം ഇൻ്റർഡിസിപ്ലിനറി അല്ലെങ്കിൽ ഏരിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് പെട്ടെന്ന് അഡ്മിഷൻ ലഭിക്കാനൊക്കെയുള്ള സാഹചര്യം ഉള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് പറയുമ്പോൾ US-ൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ക്വാണ്ടിറ്റേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ഏരിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എന്ന് വെച്ചാൽ ഒരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കാം. അതിൽ നിങ്ങളുടെ പ്രോഗ്രാമും നിങ്ങൾ അതിൻ്റെ ഡെഡ് ലൈൻസും അതിൻ്റെ ഫീസും അതിൻ്റെ ഫണ്ടിങ് ഓപ്ഷൻസും അതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്, റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കിയാൽ വളരെയധികം ഉപകാരപ്പെടും. ഞാനത് കഴിഞ്ഞ വർഷവും ഞാൻ മാസ്റ്റേഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ചെയ്തിരുന്നു. രണ്ടാമത്, നമ്മൾ ഒരു ഓഗസ്റ്റ് നവംബർ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്
ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് റിസർച്ച് ഐഡിയയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. റിസർച്ച് ഐഡിയയെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. പക്ഷേ നിങ്ങൾ കോൺക്രീറ്റ് ആയിട്ടൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പറേഷനൊക്കെ ഓഗസ്റ്റ് നവംബർ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാം. അതിന് മുമ്പ് തന്നെ നമുക്ക് നല്ല റിസർച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. പക്ഷേ ഈ ഡ്രാഫ്റ്റ് ഡോക്യുമെൻറ്റ്സ്, അതായത് ഡ്രാഫ്റ്റ് അക്കാദമിക് സ്റ്റേറ്റ്മെൻറ്റുകൾ, പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, CV, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനെ ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അത് നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് കൊടുത്ത് റിവ്യൂ ചെയ്ത് ഇങ്ങനെ ഒരു 4-5 വട്ടെങ്കിലും നമ്മൾ ഡ്രാഫ്റ്റ് അത് ചെയ്യണം. ഒരു വട്ടം എഴുതിയാണ്ട് സബ്മിറ്റ് ചെയ്യാൻ പാടില്ല. പലപ്പോഴും സ്റ്റുഡൻസിന് സംഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ കൂടുതൽ എത്രത്തോളം നമ്മൾ ഡ്രാഫ്റ്റ് എഴുതി അത് റിവ്യൂ നമ്മളെ മെൻറ്റേഴ്സിനെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിച്ച് അത് വീണ്ടും എഴുതി റീറൈറ്റ് ചെയ്യുന്നതോ അത്രത്തോളം ഇമ്പ്രൂവ് ആവും. അപ്പോൾ ആ ഒരു പ്രിപ്പറേഷനാണ് നമ്മൾ ഓഗസ്റ്റ് ഈ ഒരു നവംബർ സമയത്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു റിസർച്ച് ഐഡിയയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങാൻ പറ്റും. ഇനി സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് PhD അപ്ലിക്കൻസിനാണ് ഈ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് പ്രൊഫസേഴ്സിനെ കോൺടാക്റ്റ് ചെയ്യാം. US നമുക്ക് നേരിട്ടൊരു സൂപ്പർവൈസർ ഉണ്ടാകില്ല, മറിച്ച് US ഗ്രാജുവേറ്റ് കമ്മിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊരു PhD പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കൊരു ഗ്രാജുവേറ്റ് കമ്മിറ്റി ഉണ്ടാകും. ആ ഗ്രാജുവേറ്റ് കമ്മിറ്റിയിൽ ഉള്ള ആൾക്കാരായിരിക്കും നമ്മളെ സൂപ്പർവൈസ് ചെയ്യുക. അപ്പോൾ അത് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്, പ്രൊഫസേഴ്സ് മാറാൻ സാധ്യതയുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചില പ്രൊഫസേഴ്സിന് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു 4-5 പ്രൊഫസേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഷോർട്ടായിട്ട് നമ്മൾ റിസർച്ച് ഐഡിയ ഇന്നതാണ്, ഈ ഒരു റിസർച്ച് ഐഡിയ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾ ഗ്രാജുവേറ്റ് കമ്മിറ്റി മെമ്പർ ആവാൻ നിങ്ങൾ ഓക്കെ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് നമുക്കൊരു ചെറിയ ഷോർട്ട് മെസ്സേജ്, പ്രൊഫഷണൽ മെയിലുകൾ നമുക്ക് അയക്കാൻ പറ്റും. ഞാൻ സാധാരണ ചെയ്ത് വെച്ചാൽ ഞാനൊരു പ്രൊഫഷണൽ മെയിലിൻ്റെ ഈ ഒരു ചെറിയ ഷോർട്ട് മെയിലിൻ്റെ കൂടെ മെയിലിൽ തന്നെ ഒരു താഴെയായിട്ട് എൻ്റെ ഒരു റിസർച്ച് ഐഡിയ ഒരു 500 വേർഡ്സിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു 500 വേർഡ്സിൽ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രൊഫസേഴ്സിന് മെയിൽ ചെയ്യണം. ഈ പ്രൊഫസേഴ്സിന് മെയിൽ ചെയ്യുന്നത് നമ്മളെ അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യും എന്ന ഉദ്ദേശത്തിലല്ല, മറിച്ച് ഇത്തരം ഒരു 2-3 ആൾക്കാർ റെലവൻറ്റ് ഫാക്കൽറ്റീസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മളെ റിസർച്ച് ഐഡിയയെ വളരെ പോസിറ്റീവായിട്ട് കണ്ടാൽ അവർ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ തയ്യാറാണ് എന്ന് കണ്ടാൽ അവരാണ് ഇവരൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ഗ്രൂപ്പായിരിക്കും അഡ്മിഷൻ തീരുമാനിക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, കൂടുതൽ പേഴ്സണലായിട്ട് നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി ആർഗ്യൂ ചെയ്യാൻ സാധിക്കും. അതിനാണ് നമ്മൾ ഈ മെയിൽ അയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെയിൽ അയച്ചിട്ട് നമ്മൾ എത്രത്തോളം നമുക്ക് റെസ്പോൺസ് ഉണ്ട് എന്ന അടിസ്ഥാനത്തിലായിരിക്കണം പിന്നീട് നമ്മൾ അപ്ലിക്കേഷൻ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങളൊരു 4-5 പ്രൊഫസേഴ്സിന് മെയിൽ അയച്ചു, ആരും റിപ്ലൈ ചെയ്തില്ല, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്തു പക്ഷേ ആരും സൂപ്പർവൈസ് ചെയ്യാൻ തയ്യാറല്ല എങ്കിൽ നിങ്ങൾ അവിടെ അല്ലെങ്കിൽ അഡ്മിഷൻ വേണ്ടി അപ്ലൈ ചെയ്യുന്നത് അത്രത്തോളം നിങ്ങൾക്ക് വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ 2-3 പ്രൊഫസേഴ്സ് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ കാരണം വെച്ചാൽ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ക്യാഷ് ചിലവാകുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വളരെ ഒരു ഷോർട്ട് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വളരെ നമ്പേർഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരം യൂണിവേഴ്സിറ്റികൾ ഏറ്റവും ചാൻസ് ഉള്ള യൂണിവേഴ്സിറ്റികളാവുക എന്നതിനാണ് ഈ ഒരു നമ്മൾ പ്രൊഫസേഴ്സിനെ കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നവംബറോട് കൂടി തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റുകളെല്ലാം നമ്മൾ പൂർത്തീകരിക്കണം. ഇപ്പോൾ ടോഫൽ മിക്ക US യൂണിവേഴ്സിറ്റികളും അവരെ ഇംഗ്ലീഷ് റിക്വയർമെൻറ്റിന് വേണ്ടി ടോഫലാണ് അംഗീകരിക്കുന്നത്. IELTS അംഗീകരിക്കുന്നവരുണ്ട്, ഡുവോലിംഗും അംഗീകരിക്കുന്നുണ്ട്. ടോഫലാണ് ഏറ്റവും സേഫ് ഓപ്ഷൻ. പലപ്പോഴും നമ്മൾ ഇംഗ്ലീഷ് അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇംഗ്ലീഷിലാണെങ്കിൽ, നമ്മുടെ എല്ലാം മീഡിയം ഓഫ് ഇംഗ്ലീഷിലാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആയാലും കേരളത്തിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും പുറത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ മീഡിയം ഓഫ് ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അത്തരമൊരു അത് നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റിലോ നമുക്ക് MOI സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നമുക്ക് യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ലഭിക്കും. പലപ്പോഴും ഈ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായാൽ നമുക്ക് ടോഫലിൻ്റെയും IELTSൻ്റെ ഓപ്ഷൻ റിക്വയർമെൻറ്റ് വേവ് ചെയ്യുന്ന രീതിയുണ്ട് പല യൂണിവേഴ്സിറ്റികളും. എനിക്ക് തോന്നുന്നു മെജോറിറ്റി ഓഫ് യൂണിവേഴ്സിറ്റീസ് അങ്ങനെ വേവ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളാണ്. ഇനി ഈ ഒരു ഫേസ് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട അടുത്തൊരു ഫേസാണ് നമ്മുടെ അപ്ലിക്കേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു നമ്മളൊരു വൈഡ് ലിസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം പ്രൊഫസേഴ്സിന് മെയിൽ ചെയ്യുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഫസേഴ്സിന് മെയിൽ ചെയ്യേണ്ടത് മിക്കവാറും PhD സ്റ്റുഡൻസ് ആണ്. മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിറ്റൊക്കെ നോക്കി നമുക്ക് വേണ്ട ഒരു കോഴ്സ് തന്നെയാണ് ഇത് എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കണം. നമ്മൾ നവംബറിൽ ഒരു 5 പ്രോഗ്രാമുകളിലൊക്കെയെങ്കിലും 5-ലധികം പ്രോഗ്രാമുകൾ അപ്ലൈ ചെയ്യണം.
എന്നാൽ മാത്രമേ നമുക്ക് അത്രയും ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ യു എസിൽ അപ്ലിക്കേഷൻ സിസ്റ്റം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. കുറേ അധികം അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അവർ പലയധികം പല വ്യത്യസ്തങ്ങളായിട്ടുള്ള മെട്രിക് ഉപയോഗിച്ചിട്ടാണ് അളക്കുക. പലപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിന് ഫിറ്റ് നോക്കണം. ഇപ്പോൾ വളരെയധികം കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ചില റിസർച്ച് ഐഡിയ മാത്രമേ ഇവിടെ റിസർച്ച് ക്വസ്റ്റ്യൻ മാത്രമേ ഇവിടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ എന്ന് ഫാക്കൽറ്റിക്ക് തോന്നിയാൽ അവർ ഏറ്റവും നല്ല ഒരു അപ്ലിക്കേഷൻ പോലും റിജക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഡെസിഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അത്രയധികം പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 5-ലധികം പ്രോഗ്രാമുകൾക്കെങ്കിലും നമ്മൾ അപേക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമുകൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഏറ്റവും ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, ഹാർവേഡ് അടക്കമുള്ള വളരെ ടോപ്പായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ വെക്കാം. ഇനി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചില സെക്കൻഡ് ടയർ യൂണിവേഴ്സിറ്റികൾ വെക്കാം. ഇനി കുറച്ച് സേഫർ ഓപ്ഷൻസും വെക്കാം. ഇങ്ങനെയാണ് നമ്മളിപ്പോഴും ബാലൻസ് ചെയ്യേണ്ടത്. കാരണം എപ്പോഴും നമ്മൾ വലിയ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രം അപേക്ഷിച്ചാൽ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്ഷൻ കൂടിയല്ലല്ലോ. അപ്പോൾ ആ ഒരു ബാലൻസ് എപ്പോഴും നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. മറ്റൊന്ന്, നവംബർ ജാനുവരി ടൈമിലാണ് നമ്മൾ അപ്ലിക്കേഷൻ്റെ ഡെഡ് ലൈൻസ് ഒക്കെ ഉണ്ടാവുക. കൂടുതൽ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻസും ഡിസംബർ 1 ഡിസംബർ 15 ഞാൻ കാണാറുള്ളത്. അപ്പോൾ ആ ഡെഡ് ലൈൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനാണ് ഇത്രയധികം മുമ്പ് തന്നെ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടതുണ്ട്. അതിൻ്റെ വർക്കിംഗ് നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഇനി ഇപ്പോൾ ജാനുവരിയിലൊക്കെ ക്ലോസ് ചെയ്താൽ ഡിസംബറിലൊക്കെ ഡെഡ് ലൈൻ വന്നാൽ അഡ്മിഷൻ ഡെസിഷൻസ് കൂടുതലായിട്ടും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് ഉണ്ടാവുക. ഏപ്രിൽ 15 കൂടി അപ്ലിക്കേഷൻ റിസൾട്ടുകളെല്ലാം ക്ലോസ് ചെയ്യും. സാധാരണയായിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസാണ് ലഭിക്കുന്നതെങ്കിൽ അത് മിക്കവാറും ഒരു ഫെബ്രുവരി, മാർച്ച് സമയങ്ങളിൽ തന്നെ ലഭിക്കാനാണ് സാധ്യത. പലപ്പോഴും ഇൻ്റർവ്യൂസ് ഒക്കെ ജാനുവരി, ഫെബ്രുവരി, ഇപ്പോൾ പ്രോഗ്രാംസിന് ഇൻ്റർവ്യൂസ് ഉണ്ടെങ്കിൽ ജാനുവരി, ഫെബ്രുവരിയിലൊക്കെ ഇൻ്റർവ്യൂസ് ഉണ്ടാകാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, അപ്ലിക്കേഷൻ ഫീ മിക്ക യൂണിവേഴ്സിറ്റികൾക്കും അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. $50 മുതൽ $150 വരെ. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 5,000 മുതൽ അല്ലെങ്കിൽ 13,000 വരെയുള്ള ഒരു സംഖ്യ നമുക്ക് ഈ ഓരോ അപ്ലിക്കേഷന് വേണ്ടിയും ചിലവാകും. അപ്പോൾ പല യൂണിവേഴ്സിറ്റികളും, പ്രത്യേകിച്ച് ടോപ്പ് യൂണിവേഴ്സിറ്റികളൊക്കെ ഫീ വെയ്വർ നൽകാറുണ്ട്. ഫീ വെയ്വർ കിട്ടണമെങ്കിൽ നിങ്ങൾ അതിന് ഫീ വെയ്വറിനായിട്ടുള്ള വേറെ തന്നെ ഡെഡ് ലൈൻ ഉണ്ടാകാം. ആ ഡെഡ് ലൈന് മുന്നേ ആയിരിക്കാം, അല്ലെങ്കിൽ ഫീ വെയ്വറിന് അപേക്ഷിക്കേണ്ട ഡെഡ് ലൈൻസ് കുറച്ച് മുമ്പായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കണമെന്ന്. ആ സ്പ്രെഡ്ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ തന്നെ നോട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഫീ വെയ്വർ നമുക്ക് കൂടുതലായിട്ടും ഫൈനാൻഷ്യൽ ഹാർഡ്ഷിപ്പൊക്കെ പറഞ്ഞുകൊണ്ടാണ്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഒക്കെ പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഫീ വെയ്വറിന് വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കുക. നമുക്ക് എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ തേർഡ് വേൾഡ് കൺട്രീസിൽ നിന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊക്കെ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മളാരും റിച്ച് അല്ല. അപ്പോൾ നമുക്കൊക്കെ അതിനു വേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾ, അതിനു വേണ്ടിയുള്ള ഡെഡ് ലൈൻ പ്രത്യേകം മുമ്പേ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അപ്ലിക്കേഷന് വേണ്ടിയുള്ള ചില ഡോക്യുമെൻറ്റ്സ് എങ്ങനെയാണ് അപ്ലിക്കേഷൻ തീരുമാനിക്കപ്പെടുന്നത് എന്നതിലേക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്, നമ്മൾ US അപ്ലിക്കേഷൻ സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്ക് എന്നുള്ളത് ഒരു സിംഗിൾ മെട്രിക്, ഇനി മാർക്ക് മാത്രമല്ല സിംഗിൾ മെട്രിക് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പ്രത്യേകിച്ച് മാസ്റ്റേഴ്സിനൊക്കെ ഒരു നല്ലൊരു മാർക്ക് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. പക്ഷേ മാർക്ക് മാത്രമല്ല അഡ്മിഷൻ ക്രൈറ്റീരിയ. ഇത് പ്രത്യേകിച്ച് US യൂണിവേഴ്സിറ്റികളെ മറ്റ് യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, പ്രത്യേകിച്ച് UK, ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതുപോലെ GRE, പലപ്പോഴും GRE എന്ന് പറയുന്ന ഒരു എക്സാം സാധാരണയായിട്ട് US യൂണിവേഴ്സിറ്റികളിലൊക്കെ റിക്വയർ ആയിരുന്നു. പക്ഷേ കോവിഡിന് ശേഷം മിക്ക സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ഡിപ്പാർട്ട്മെൻറ്റ്സും അത് ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോഫലും ഇങ്ങനെ നമ്മളെ ഇംഗ്ലീഷ് മീഡിയം സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമുക്ക് വേവ് ചെയ്യാൻ സാധിക്കും. മറിച്ച് US യൂണിവേഴ്സിറ്റികൾ എപ്പോഴും വാല്യൂ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവർ അപ്ലിക്കേഷൻ എടുക്കുന്നത് ഒരു ഹോളായിട്ടാണ്. അതായത് നിങ്ങളുടെ ഒരു സിംഗിൾ മെട്രിക്കിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ റിസർച്ച് പൊട്ടൻഷ്യൽ, നിങ്ങളെ റിസർച്ച് ഐഡിയ, നിങ്ങൾക്ക് റിസർച്ച് റൈറ്റിംഗ് എബിലിറ്റി, നിങ്ങളെ റിസർച്ച് ഐഡിയ എത്രത്തോളം ഡിപ്പാർട്ട്മെൻറ്റിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിറ്റ്, അതുപോലെ നിങ്ങളെ അക്കാദമിക് പ്രിപ്പറേഷൻസും. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റിൽ നിങ്ങൾക്ക് ആകെ 65-70% മാർക്കുള്ളൂ. പക്ഷേ നിങ്ങളെ മാസ്റ്റേഴ്സ്, നിങ്ങൾ ഇന്ത്യയിൽ തന്നെ ചെയ്തിട്ടുള്ള മാസ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഒരു 85% ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നത് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് മാർക്കിൽ നിന്നും മാസ്റ്റേഴ്സിൽ എത്തുമ്പോൾ നിങ്ങളുടെ മാർക്ക് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആയിട്ട് എടുത്തിട്ടാണ് അവർ നിങ്ങളുടെ ആപ്ലിക്കേഷനെ കാണുക.
അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് നോക്കിയിട്ടാണ് അവർ അഡ്മിഷൻ തീരുമാനിക്കുക. ഒരിക്കലും നിങ്ങളെ മാർക്ക് കുറവായതുകൊണ്ടോ, 60% മാർക്ക് എന്തായാലും ആവശ്യമാണ്. അതിൽ അത് തന്നെ കുറവായാലോ, ഇപ്പോൾ 70% ആയാലോ 75% ആയാലോ ഒന്നും നിങ്ങളെ അപ്ലിക്കേഷനെ വളരെ ഡീപ്പലി ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന സാഹചര്യങ്ങളല്ല. മറിച്ച് നിങ്ങൾക്ക് അതിനെ കവച്ചു വെക്കാൻ പറ്റുന്ന റിസർച്ച് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ കോൺഫറൻസ് പ്രസൻറ്റേഷൻസ് ഉണ്ട്, റൈറ്റിംഗ് എബിലിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് അക്കാദമിക് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ കവച്ചു വെക്കാം. ഇനി ഞാൻ അപ്ലിക്കേഷൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, അതായത് കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ഞാൻ പറഞ്ഞു, അപ്ലിക്കേഷൻ ഫോമും അപ്ലിക്കേഷൻ ഫീയും. അപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് നമ്മളെ പ്രത്യേകിച്ച് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, പേഴ്സണൽ ഇൻഫർമേഷൻ, റിസർച്ച് ഓപ്ഷൻസ്, ഇങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റൽ ഫീൽഡുകൾ ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്ലിക്കേഷൻ ഫോം എപ്പോഴും നമ്മൾ അപ്ലിക്കേഷൻ ഡെഡ് ലൈനിൻ്റെ കുറേയധികം ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ചെയ്തു വെക്കുക. അത് വളരെ പ്രിപ്പറേഷൻ വേണ്ട സാധനമൊന്നുമല്ല. അത് ആദ്യം ചെയ്തു വെച്ചാൽ നമുക്ക് ടൈം ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊന്ന് CV ആണ്. CV എപ്പോഴും 2-3 പേജിൽ ഒതുക്കണം, അതിൽ കൂടാൻ പാടില്ല. അപ്പോൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണോ അപേക്ഷിക്കുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി. അല്ലെങ്കിൽ സംഭവിക്കുക എന്താ വെച്ചാൽ, നിങ്ങൾ ഇതിന് റെലവൻ്റ് ആയതും റെലവൻ്റ് അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ ലാംഗ്വേജുകൾ, എല്ലാ റിസർച്ച് അച്ചീവ്മെൻറ്റ്സും, എല്ലാ ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസും ഒക്കെ ലിസ്റ്റ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമുക്ക് കമ്മിറ്റിക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ അവരെ കണ്ണിൽ പെടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് എന്തായാലും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. ഞാൻ പറഞ്ഞു, US യൂണിവേഴ്സിറ്റികളിൽ PhDകൾക്ക് റിസർച്ച് പ്രപ്പോസൽ എന്ന് പറയുന്ന 5-6 പേജുള്ള കാര്യമില്ല. മറിച്ച് അതിന് പകരം സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആണ്. അതുപോലെ മാസ്റ്റേഴ്സ് ആപ്ലിക്കേഷനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ആണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൽ എന്താണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ പ്രിപ്പറേഷൻ, നമ്മളെ അക്കാദമിക് പ്രിപ്പറേഷൻ, നമ്മൾ റിസർച്ച് ഐഡിയ, പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിറ്റാണ്, ഏതൊക്കെ ഫാക്കൽറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്യാനാണ് നമുക്ക് താല്പര്യം, എന്തുകൊണ്ട്, ഇതൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്. അതുപോലെ തന്നെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് ചില യൂണിവേഴ്സിറ്റികൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, നമ്മുടെ കരിയറിൻ്റെ പുറത്ത് നമ്മളൊരു ലൈഫ് എക്സ്പീരിയൻസ്, നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, നമ്മൾ ഏത് എത്നിക് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, അപ്പോൾ അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് കരിയറിന് ഉപോത്ഭകമാകുന്നത്, ഇതൊക്കെയാണ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിൽ. മറ്റൊന്ന് അക്കാദമിക് റൈറ്റിംഗ് സാമ്പിളാണ്. റൈറ്റിംഗ് സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെയ്ത തിസീസിൻ്റെ ഒരു ചാപ്റ്ററോ, സാധാരണയായിട്ട് 20-30 പേജ് അല്ലെങ്കിൽ 8000 വേർഡ്സ് ഒക്കെയാണ് അതിൻ്റെ ലിമിറ്റ് ഉണ്ടാകാറ്. അതൊരു അക്കാദമിക് റൈറ്റിംഗ് സാമ്പിൾ ആയിരിക്കണം. അല്ലാത്ത സാധാ നമ്മൾ ന്യൂസ് പേപ്പറിൽ എഴുതുന്ന, മാഗസിനിൽ എഴുതുന്ന ആർട്ടിക്കിൾ ആകാൻ പാടില്ല. അക്കാദമിക് ആർട്ടിക്കിൾ ആയിരിക്കണം. അതായത് തിസീസിൻ്റെ ചാപ്റ്ററോ അല്ലെങ്കിൽ നമ്മൾ ടേം പേപ്പറോ, അതായത് സാധാ റെഫറൻസോട് കൂടിയുള്ള പേപ്പർ ആയിരിക്കണം എന്ന് ഉദ്ദേശം. അത് പബ്ലിഷ് ചെയ്യണമെന്നൊന്നുമില്ല. മറ്റൊന്ന് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സാണ്. റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് സാധാരണയായിട്ട് 2-3 സ്കോളേഴ്സിൽ നിന്നാണ് സാധാരണയായിട്ട് അവർ റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിക്കാറുള്ളത്. മാസ്റ്റേഴ്സ് ആൻഡ് PhDക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ അക്കാദമിക് സൂപ്പർവൈസർമാരിൽ നിന്നോ ടീച്ചർമാരിൽ നിന്നോ ഒക്കെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് നേടാൻ ശ്രദ്ധിക്കുക. മാസ്റ്റേഴ്സിന് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചില പ്രൊഫഷണൽ, ഇപ്പം നിങ്ങളൊരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ആളുടെ റെക്കമെൻഡേഷൻ ലെറ്ററും ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ഒരു അക്കാദമിക് റെക്കമെൻഡേഷൻ ലെറ്ററെങ്കിലും ഉണ്ടാകണം. ഒരു അക്കാദമിക് സൂപ്പർവൈസറുടെ അല്ലെങ്കിൽ പ്രൊഫസറുടെ ലെറ്ററെങ്കിലും ഉണ്ടാകണം എന്നുള്ളത് പല യൂണിവേഴ്സിറ്റികളും നിർബന്ധമാക്കാറുണ്ട്. ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചതായിരുന്നു. സാധാരണയായിട്ട് 500 മുതൽ 1500 വേർഡ് വരെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസിൻ്റെ ലിമിറ്റുകൾ പല യൂണിവേഴ്സിറ്റികളിലായിട്ട് ഉണ്ടാകാറുള്ളത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഞാൻ പറഞ്ഞു, അത് തുടങ്ങേണ്ടത് സാധാരണയായിട്ട് പല സ്റ്റുഡൻസും തുടങ്ങുന്നത്, വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്ലിക്കൻസ് ഒക്കെ തുടങ്ങാറുള്ളത്, നിങ്ങൾ PhDയിൽ അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസർച്ച് ഐഡിയ ഉണ്ടാവുമല്ലോ, ആ റിസർച്ച് ഐഡിയ തന്നെ വളരെ
ഇൻട്രസ്റ്റിംഗ് ആയിട്ട് രൂപത്തിൽ എന്താണ് ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടാണ് പലപ്പോഴും തുടങ്ങാറുള്ളത്. പക്ഷേ അതൊരു ചിലപ്പോൾ 2-3 ലൈനിൽ മാത്രം ആ ഒരു അറ്റൻഷൻ ക്ഷണിക്കാൻ വേണ്ടി മാത്രമാണ്. അതിനുശേഷം നമ്മുടെ അക്കാദമിക് പ്രിപ്പറേഷൻ, ഈ ഒരു പ്രോഗ്രാം എന്താണ് ചെയ്യുന്നതിനുള്ള അക്കാദമിക് പ്രിപ്പറേഷൻസ് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്, എന്തൊക്കെ ലാംഗ്വേജ് പ്രിപ്പറേഷൻ ലഭിച്ചിട്ടുണ്ട്, ഏതൊക്കെ കോഴ്സുകൾ, റെലവൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ ചിലപ്പോൾ മാസ്റ്റേഴ്സിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. അങ്ങനെ ആണ് അക്കാദമിക് പ്രിപ്പറേഷൻസ് വേണ്ടത്. അതിനുശേഷം നമ്മുടെ റിസേർച്ച് ഐഡിയ കുറച്ചും കൂടി ഡീപ്പായിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പറയാം. ആ റിസേർച്ച് ഐഡിയ പറയുമ്പോൾ തന്നെ അത് അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കാദമിക് ലിറ്ററേച്ചറിനെ കുറിച്ച് നമ്മൾ പറയേണ്ടി വരും. പ്രത്യേകിച്ച് PhD സ്റ്റുഡൻസ്, മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആകുമ്പോൾ റിസേർച്ച് ഐഡിയയിൽ അത്ര ഫോക്കസ് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ അവസാനമായിട്ട് ഏതൊക്കെ ഫാക്കൽറ്റിയുടെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എന്തുകൊണ്ട് അവരുടെ വർക്ക് നമ്മുടെ വർക്കിനോട് ഇന്ന സാമ്യത ഉണ്ട് എന്നൊക്കെ നമ്മൾ വളരെ കോൺക്രീറ്റ് ആയിട്ട് പറയണം. മാസ്റ്റേഴ്സ് സ്റ്റുഡൻസ് ആകുമ്പോൾ നമുക്ക് ഇത്തരം സൂപ്പർവൈസർ എന്നുള്ള ഒരു രീതി ഇല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ടും ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മറ്റ് റിസോഴ്സസ്, അതുപോലെ നമ്മുടെ പ്രൊഫഷണൽ ഗോൾസ് ഒക്കെ നമുക്ക് കൂടുതലായിട്ട് പറയാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു SOP അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് നമ്മൾ തയ്യാറാക്കേണ്ടത്. പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സാധാരണയായിട്ട് ചില യൂണിവേഴ്സിറ്റികളെ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയുള്ളൂ. 500 മുതൽ 1000 വേർഡ്സ് വരെയുള്ള ഇതാണ് പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റ്. ഈ പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മളെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണ്, അല്ലെങ്കിൽ സോഷ്യലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്നതാണ് എങ്കിൽ അത് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളെ ഈ ഒരു പേഴ്സണൽ മോട്ടിവേഷൻ, നമ്മൾ ഈ ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള എത്ര പേഴ്സണൽ ചലഞ്ചസ് നമ്മൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം. അതുപോലെ പലപ്പോഴും അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ, ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ ഡൈവേഴ്സിറ്റി വളരെയധികം വാല്യൂ ചെയ്യുന്നവരാണ്. അതായത് ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് കൊഹോട്ട് ഉണ്ടെങ്കിൽ അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമൂഹങ്ങളിൽ നിന്ന് വരുന്നവരാകണം എന്ന് നിർബന്ധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു സോഷ്യൽ ഡൈവേഴ്സിറ്റി നമുക്ക് മെൻഷൻ ചെയ്യാം. ഞാൻ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്നവരാണ്, ഫസ്റ്റ് ജനറേഷൻ സ്റ്റുഡൻ്റ് ആണ് എന്നൊക്കെ നമുക്ക് ഈ ഒരു പേഴ്സണൽ സ്റ്റേറ്റ്മെൻറ്റിലാണ് മെൻഷൻ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ റിസേർച്ച് ഐഡിയയെക്കുറിച്ച് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് PhD സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട, PhD അപ്ലിക്കൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. റിസേർച്ച് ഐഡിയ എന്ന് പറയുന്നത് ഇന്നൊവേറ്റീവ് ആയിരിക്കണം, ഒരു പുതിയൊരു ഐഡിയ ആയിരിക്കണം എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഫാഷനബിൾ ആയിരിക്കണം. അത് ഫാഷനബിൾ ആയിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പലപ്പോഴും അക്കാദമിക് ലോകവും വളരെ പൊളിറ്റിക്കലി എന്താണ് പല പൊളിറ്റിക്സ് അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അക്കാദമിക് ലോകത്ത് എന്താണ് ഇപ്പോൾ സോഷ്യൽ സയൻസ്, ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ ചില ടോപ്പിക്കുകൾക്ക് ചില സമയത്ത് വളരെ റെലവൻസ് ഉണ്ടാവും. അത് എന്തുകൊണ്ടാണ് എന്നതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു അമേരിക്കൻ അക്കാദമിയുടെ ഒരു രീതി വെച്ച് എനിക്ക് മനസ്സിലാവുന്നത് എക്കോളജി, ക്ലൈമറ്റ് ചേഞ്ച്, എൻവയറമെൻ്റൽ ഹിസ്റ്ററിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു നമുക്ക് റിസേർച്ച് ഐഡിയ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ അത്തരം ഐഡിയകളോട് കൂടി, അത്തരം ഫാഷനബിൾ ആയിട്ടുള്ള കൺസെപ്റ്റുകളോട് കൂടി നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ലിങ്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്ന്, അക്കാദമിക് ഒരു റിസേർച്ച് ഐഡിയ പറയുമ്പോൾ അത് വെറുതെ പറയുന്നതിലുപരി അതിനെ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള റിസേർച്ച് എക്സിസ്റ്റിംഗ് അക്കാദമിക് ലിറ്ററേച്ചറിൽ ഗ്രൗണ്ട് ചെയ്യണം, അതിൻ്റെ ബേസിലായിരിക്കണം. അപ്പോൾ ഒരു കൺസെപ്റ്റ് വന്നു, ആ കൺസെപ്റ്റിന് ക്രിറ്റിക്കായിട്ട് ഈ ഒരു കൺസെപ്റ്റ് വന്നു, അങ്ങനെയുള്ള ആ ഒരു അക്കാദമിക് ലിറ്ററേച്ചറിനെ നമ്മൾ റിവ്യൂ ഒക്കെ ചെയ്യുമ്പോഴുള്ള ആ ഒരു രീതി ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ഗ്രൗണ്ടഡ് ആയിരിക്കണം നമ്മൾ റിസേർച്ച് ഐഡിയ എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, പക്ഷേ അറ്റ്ലീസ്റ്റ് ചില കാര്യങ്ങളും മെൻഷൻ ചെയ്യണം. മറ്റൊന്ന്, ഈ ഒരു റിസേർച്ച് ഐഡിയ അബ്സ്ട്രാക്റ്റ് ആകാൻ പാടില്ല. അതായത് വളരെ എന്താണ് ആൾക്കാർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ മാത്രം പറ്റുന്ന, ലോകത്ത് വളരെ വിസിബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ, അത്തരം അബ്സ്ട്രാക്റ്റ് ഐഡിയാസ് പലപ്പോഴും വിന്നബിൾ ആയിരിക്കില്ല, സക്സസ്ഫുൾ ആയിരിക്കില്ല. കോൺക്രീറ്റ് ആയിട്ടുള്ള, അതായത് റിയൽ വേൾഡിലുള്ള ചില ഇഷ്യൂസ് നമുക്ക് അതിനോട് ബന്ധപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡാറ്റ വെച്ച് നമുക്ക് വളരെ കോൺക്രീറ്റ് ആയിട്ട് അതിനെ പറയാൻ സാധിക്കുമെങ്കിൽ അത്തരം ഐഡിയകൾക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ളത്. അതുപോലെ അക്കാദമിക് ലാംഗ്വേജിലാകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മറ്റൊന്ന്, റെക്കമെൻഡേഷൻ ലെറ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സാധാരണയായിട്ട് ഉള്ള ഒരു അസംഷനാണ് നമ്മൾ ഏറ്റവും ടോപ്പ് സ്കോളേഴ്സിൽ നിന്ന് റെക്കമെൻഡേഷൻ ലെറ്റർ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ ഇത്തരം ടോപ്പ് സ്കോളേഴ്സ് പലപ്പോഴും സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വളരെ ബിസി ആയിരിക്കും, നമ്മളെ അധികം പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ 2 ലൈനും ഒരു പാരഗ്രാഫൊക്കെ മാത്രം എഴുതിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, റെക്കമെൻഡേഷൻ തരും. അപ്പോൾ അത് ഉപകാരപ്പെടില്ല. മറിച്ച് നമ്മളെ വളരെ ഡീപ്പായിട്ട് അറിയുന്ന, നമ്മളെ വർക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് അറിയുന്ന ഒരു സ്കോളറിൽ നിന്ന് നമുക്ക് ഇത്തരം ലെറ്റേഴ്സ് ലഭിക്കുന്നതാണ് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, ഇപ്പോൾ 1 പേജ് 2 പേജ് ലെറ്റേഴ്സ് ലഭിക്കുന്നതാണ് ഇങ്ങനെ
ഇത്തരം ഹൈ റാങ്കി സ്കോളേഴ്സിൽ നിന്ന് ജനറിക് ലെറ്റേഴ്സ് ലഭിക്കുന്നതിനെക്കാട്ടി ഉപകാരപ്പെടുക. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഒരു ടോപ്പ് സ്കോളർ ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് തന്നെ പോകണം. കാരണം സ്കോളേഴ്സിൻ്റെ റെപ്യൂട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളൊരു ഒരു സ്കോളർ നിങ്ങൾക്ക് റെക്കമെൻഡേഷൻ ലെറ്റർ എഴുതി തരുമ്പോൾ ആ സ്കോളറെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങളെക്കുറിച്ച് എപ്പോഴും ഡീപ്പായിട്ട് എഴുതാൻ പറ്റുന്ന റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആണ് എപ്പോഴും നമ്മൾ കിട്ടാൻ ശ്രമിക്കേണ്ടത്. ഇനി ഞാൻ ഈ ഒരു പ്രസൻറ്റേഷൻ്റെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് പോവുകയാണ്, ഫണ്ടിങ്. ഞാനിവിടെ കൂടുതലായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് മാസ്റ്റേഴ്സ് ഫണ്ടിങ്ങിനെ കുറിച്ചാണ്. കാരണം ഞാൻ പറഞ്ഞു, PhD എന്ന് പറയുന്നത് US-ൽ 95% ഓഫ് PhDs ഫണ്ടഡ് ആണ്, ഫുൾ ഫണ്ടഡ് ആണ്. ട്യൂഷൻ ഫീ ഉണ്ടാവില്ല, സ്റ്റൈപ്മെൻറ്റ് ഉണ്ടാകും, റിസർച്ച് ഗ്രാൻറ്റ് ഉണ്ടാകും. അപ്പോൾ വളരെ ജനറസ് ആയിട്ടുള്ള ഫണ്ടിങ് PhDക്ക് ഉണ്ട്. പക്ഷേ പലപ്പോഴും അപ്ലിക്കൻസിന് സംഭവിക്കുന്നത്, മാസ്റ്റേഴ്സ് അപ്ലിക്കൻസിന് സംഭവിക്കുന്നത് വെച്ചാൽ ഫണ്ടിങ് ഓപ്ഷൻസ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഫണ്ടിങ് ഓപ്ഷൻസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം US-ൽ യൂണിവേഴ്സിറ്റി തന്നെ, ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മളെ അഡ്മിഷൻ ലെറ്ററോട് കൂടി ഫുൾ ഫണ്ടിങ് തരിക എന്നുള്ളത് മാസ്റ്റേഴ്സിന് വളരെ അപൂർവമാണ്. വളരെ ചുരുക്കം ചില അപ്ലിക്കൻസ് മാത്രം അങ്ങനെ പ്രോഗ്രാംസ് മാത്രമേ അങ്ങനെ ഉള്ളൂ. അപ്പം ഞാൻ എൻ്റെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഡുവൽ മാസ്റ്റേഴ്സ് ഇൻ ഇസ്ലാമിക് സ്റ്റഡീസ് ആൻഡ് മുസ്ലിം കൾച്ചേഴ്സ് എന്നുള്ള പ്രോഗ്രാം ആഗഖാൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്റ്റഡീസ് ഇൻ മുസ്ലിം സിവിലൈസേഷൻ എന്നുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ലണ്ടനിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫണ്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരാൾക്ക് മാത്രം അവിടെ ഫുൾ ഫണ്ടിങ് ഉള്ളൂ ലഭിക്കുന്നത്. ഇപ്പോൾ ആ പ്രോഗ്രാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത വർഷം മുതൽ ആളെ എടുക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പോൾ അത്തരം വളരെ റെയർ ആയിട്ടുള്ള മാസ്റ്റേഴ്സിന് മാത്രമേ ഫുൾ ഫണ്ടിങ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മറ്റ് ഫണ്ടിങ് ഓപ്ഷൻസ് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് 3 തരം ഫണ്ടിങ് ആണ് മാസ്റ്റേഴ്സ്. ഇപ്പോൾ ഞാൻ ഈ അടുത്തായിട്ട് തന്നെ പല മാസ്റ്റേഴ്സ് അപ്ലിക്കൻസ് എന്നോട് ബന്ധപ്പെടുകയുണ്ടായി. അതായത് അവർക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോ അങ്ങനെ അറിയപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഫണ്ടിങ് ഇല്ല. അപ്പോൾ ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട് അവരെ ആ ഒരു അച്ചീവ്മെൻറ്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ കൂടി അത് അവർക്ക് ഉപകാരപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാസ്റ്റേഴ്സ് ഫണ്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നതും പ്രത്യേകിച്ച് US-ലേക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ പോയാൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് PhD അപ്ലിക്കേഷൻസ് ചെയ്യാനും വളരെ അതിനുള്ള റിസോഴ്സ് ലഭ്യമാക്കാനും സാധിക്കും എന്നുള്ളത് കൊണ്ടുകൂടിയാണ്. 3 തരത്തിലുള്ള ഫണ്ടിങ് ആണ് സാധാരണയായിട്ട് മാസ്റ്റേഴ്സിന് ഉള്ളത്. ഒന്ന് ഏറ്റവും ജനറസ് ആയിട്ടുള്ള ഫണ്ടിങ്, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഫണ്ടിങ് യൂണിവേഴ്സിറ്റി പാക്കേജാണ്. അത് നമ്മുടെ അഡ്മിഷൻ ലെറ്ററോട് കൂടി തന്നെ നമുക്ക് ഫുൾ ഫണ്ടിങ് അവർ തരുന്നു എന്നുള്ള ചില പ്രോഗ്രാംസ് ഉണ്ടാവും. മറ്റൊന്ന് എക്സ്റ്റേണൽ ഫെലോഷിപ്പുകളാണ്. അതായത് പുറത്തുനിന്നുള്ള ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻസ്, ഫൗണ്ടേഷൻസ്, ഇൻ്റർനാഷണൽ ബോഡീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഫെലോഷിപ്പുകൾ. മറ്റൊന്ന് ഞാൻ പറഞ്ഞു, അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഓൺ ക്യാമ്പസ് എംപ്ലോയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ റിസർച്ച് അസിസ്റ്റൻഷിപ്പ്, ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ജോബ്. ഈ പലപ്പോഴും ഇത്തരം അസിസ്റ്റൻഷിപ്പുകളൊക്കെ ട്യൂഷൻ വേവറോട് കൂടിയും സ്റ്റൈപ്മെൻറ്റോട് കൂടിയൊക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് തരാറുണ്ട്. അപ്പോൾ അതും ഒരു ഫുൾ ഫണ്ടിങ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ഫുൾ ഫണ്ടിങ് ഓപ്ഷൻസ് ആണ് US-ലുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, യൂണിവേഴ്സിറ്റി പാക്കേജ്, അതുപോലെ എക്സ്റ്റേണൽ ഫെലോഷിപ്പുകൾ, അതുപോലെ നമ്മുടെ നമ്മൾ അഡ്മിഷൻ ലെറ്ററിൽ മെൻഷൻ ചെയ്തിട്ടുള്ള മറ്റ് ടീച്ചിങ് അസിസ്റ്റൻഷിപ്സ്, ഇതൊക്കെ നമുക്ക് നമ്മളെ US-ലേക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഫൈനാൻഷ്യലി സൗണ്ടാണ് എന്ന് കാണിക്കാൻ വേണ്ടി, നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് കാണിക്കാം. പക്ഷേ പലപ്പോഴും ടീച്ചിങ് അസിസ്റ്റൻഷിപ്പും റിസർച്ച് അസിസ്റ്റൻഷിപ്പും ഒന്നും ഷുവർ ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. നമ്മൾ അവിടെ ചെന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് കിട്ടേണ്ടി വരും. അങ്ങനെയുള്ള അവസരത്തിൽ അതൊന്നും നമുക്ക് നമ്മുടെ വിസ ആപ്ലിക്കേഷനിൽ ഫൈനാൻഷ്യൽ പ്രൂഫിന് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ആൾട്ടർനേറ്റീവ് ഫണ്ടിങ് നമ്മളെ ബാങ്കിലൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്റ്റേണൽ ഫെലോഷിപ്പുകൾ ഏതൊക്കെയാണ് എന്ന് പറയാം. എക്സ്റ്റേണൽ ഫെലോഷിപ്പുകൾ ഈ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാൻ നമ്മൾ കുറച്ചൊന്ന് സെർച്ച് ചെയ്യണം. ഇത് സാധാരണയായിട്ട് സ്റ്റുഡൻസൊക്കെ പല തരത്തിലുള്ള ഫെലോഷിപ്പുകളാണ്. ഇതെല്ലാം സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിന് വേണ്ടിയുള്ള ഫെലോഷിപ്പുകളാണ്, എക്സ്റ്റേണൽ ഫെലോഷിപ്പുകളാണ്. അതായത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതല്ല, പുറത്ത് നിന്നുള്ള ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഡേറ്റുകൾ വളരെയധികം അപ്രോക്സിമേറ്റ് ഡേറ്റ് ആണ്. നിങ്ങൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള സൈറ്റുകളിൽ പോയിട്ട് അത് കൺഫേം ചെയ്യണം. ഇപ്പോൾ ഇല്ലാഖ് ശിവദാസിനി ഫൗണ്ടേഷൻ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്നുള്ള അപ്ലിക്കൻസിന് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു എക്സ്റ്റേണൽ സ്കോളർഷിപ്പാണ് ഇല്ലാഖ് ശിവദാസിനി ഫൗണ്ടേഷൻ. ഇതൊരു ഫുൾ ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്. പ്രത്യേകിച്ച് ഹ്യൂമാനിറ്റീസ്,
സോഷ്യൽ സയൻസ് ഫീൽഡിലുള്ളവർക്കാണ് മാത്രമാണ് ഈ ഒരു സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ഇതിൻ്റെ മറ്റൊരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്ത്യയിൽ നിന്ന് അണ്ടർ ഗ്രാജുവേറ്റ് ചെയ്തവരായിരിക്കണം. അത് മിക്കവാറും എല്ലാ സ്കോളർഷിപ്പിനും അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ഉണ്ട്. ഇൻലാക്സ് ശിവദാസൻ സ്കോളർഷിപ്പ് ഞാൻ പറഞ്ഞു, അത് ഫുള്ളി ഫണ്ടഡ് ആണ്. എനിക്ക് തോന്നുന്നു അറൗണ്ട് 1 lakh or 120 lakh USD ട്യൂഷൻ ആൻഡ് സ്റ്റൈപ്മെൻ്റ് അടക്കം അവർ എന്താണ് നമുക്ക് ഫണ്ട് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അത്രത്തോളം വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. അതുപോലെ നരോത്യം ഷേഖ്സാരിയ ഫൗണ്ടേഷൻ, ജയൻ ടാറ്റ എൻഡോമെൻറ്റ്, KC മഹീന്ദ്ര എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, ഈ 3 സ്കോളർഷിപ്പുകളും ലോൺ സ്കോളർഷിപ്പുകളാണ്. അതായത് നമുക്ക് അവർ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ലോൺ തരുന്നു. അത് പിന്നീട് നമുക്ക് നമ്മളെ സൗകര്യം പോലെ അവർ ഒരു ടൈം നൽകിയിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മൾ അടച്ചു തീർക്കണം. അപ്പോൾ ഇത് ലോൺ സ്കോളർഷിപ്പാണ്. ഇതൊരിക്കലും ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഗ്രാൻറ്റുകളല്ല, ലോണാണ്. ഇതിൻ്റെ ഡേറ്റ് ഈ മാർച്ച് എന്നൊക്കെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു വർഷം 2026 സെപ്റ്റംബറിലാണ് നിങ്ങൾക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മാർച്ച്, ഇപ്പം നമ്മൾ കടന്നു പോയിട്ടുള്ള മാർച്ച്, അതാണ് ആ ഒരു ഡെഡ് ലൈൻ. ഇനി ആഗാഖാൻ ഫൗണ്ടേഷൻ്റെ ഇൻ്റർനാഷണൽ സ്കോളേഴ്സ് പ്രോഗ്രാം ISP എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവർ ഹാഫ് ഗ്രാൻറ്റും ഹാഫ് ലോണും ആയിട്ടാണ് അവരുടെ സ്കോളർഷിപ്പ് നൽകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള അപ്ലിക്കൻസിനെ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ഒക്കെയാണ് അവരുടെ ഫോക്കസ് ഉള്ളത്. പക്ഷേ ഹാഫ് ലോണാണ്, ഹാഫ് ഗ്രാൻറ്റും ഹാഫ് സ്കോളും, ഹാഫ് ലോണും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ലാസ്റ്റ് റിസോർട്ട് സ്കോളർഷിപ്പാണ്. അതായത് നിങ്ങൾക്ക് മറ്റൊരു സ്കോളർഷിപ്പും ലഭ്യമാകാത്ത സമയത്താണ് ഇത് നമുക്ക് ലഭ്യമാവുക. ഇതിനു വേണ്ടി ഇത് മുമ്പേ അപ്ലൈ ചെയ്യാം, പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനു വേണ്ടി ഇതിൻ്റെ ഫണ്ടിങ് നമുക്ക് ലഭ്യമാവുകയുള്ളൂ. മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഫെലോഷിപ്പ്. ഏറ്റവും ഏർലി ഡെഡ് ലൈൻ ഉള്ള സ്കോളർഷിപ്പ് കൂടിയാണിത്. ഫുൾ ബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഫെലോഷിപ്പിൽ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 2027 സെപ്റ്റംബറിന് അപ്ലിക്കേഷൻ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എങ്കിൽ ഈ ജൂലൈയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഫുൾ ബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഫെലോഷിപ്പിനുള്ള ഡെഡ് ലൈനാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ ബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സ് ഫെലോഷിപ്പിന് നിങ്ങൾ അപേക്ഷിച്ചു, ആ ഫെലോഷിപ്പ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിക്കേണ്ടതില്ല. മറിച്ച് ഫുൾ ബ്രൈറ്റ് ഓർഗനൈസേഷൻ അവർ നിങ്ങളെ ബിഹാഫിൽ യൂണിവേഴ്സിറ്റികളിലേക്ക് നേരിട്ട് അപേക്ഷിക്കും എന്നുള്ളത് കൂടി ഇതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് വളരെ ഏർലി ഡെഡ് ലൈന് ഇതിനുള്ളത്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള, ലേഡീസ് കണ്ടസ്റ്റൻസിന് മാത്രമായിട്ടുള്ള ചില സ്കോളർഷിപ്പുകൾ കൂടിയുണ്ട്. AAUW ഫെലോഷിപ്പ് ഫോർ വുമൺ. ഇത് US-ലും കാനഡയിലേക്കും വരുന്ന വുമൺ കാൻഡിഡേറ്റ്സിനുള്ള മിഡ് നവംബറിലാണ് അതിൻ്റെ ഡെഡ് ലൈൻ ഉണ്ടാവുക. അതുപോലെ PO ഇൻ്റർനാഷണൽ പീസ് സ്കോളർഷിപ്പ്, ഇതും വിമണിന് ഉള്ളതാണ്. മിഡ് ഡിസംബറിലാണ് അതിൻ്റെ ഡെഡ് ലൈന്. ഇവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പീസ് റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഇൻ്റർനാഷണൽ റിലേഷൻസ്, പബ്ലിക് പോളിസി, അങ്ങനെയുള്ള ഇൻ്റർനാഷണൽ ട്രേഡ് പോലെയുള്ള സബ്ജക്റ്റുകളിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്നവർക്കുള്ള സ്കോളർഷിപ്പാണ്. ഇനി വേൾഡ് ബാങ്ക് ജോയിൻ ജപ്പാൻ പ്രോഗ്രാം, ഇത് ഒരു ഫുൾ ഫെലോഷിപ്പാണ്. ഇത് ചില യൂണിവേഴ്സിറ്റികളിൽ, അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണ, യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ട, അങ്ങനെയുള്ള ചില യൂണിവേഴ്സിറ്റികളിൽ മാത്രമാണ് ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും ഡെവലപ്പിംഗ് കൺട്രീസ്, ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിലുള്ള കാൻഡിഡേറ്റ്സിനാണ്, മാസ്റ്റേഴ്സ് കാൻഡിഡേറ്റ്സിനാണ് ഇവർ ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫെബ്രുവരി മെയ് സമയങ്ങളിലാണ് ഈ സ്കോളർഷിപ്പിനുള്ള ഡെഡ് ലൈന് ഉണ്ടാകുക. ഇനി മറ്റൊന്ന്, റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ ഗ്രാൻറ്റുകൾ. അവരും റോട്ടറി ഇൻ്റർനാഷണൽ ഗ്രാൻറ്റുകൾ എന്ന് പറയുമ്പോൾ അതും പീസ് റെസൊല്യൂഷൻ, അതുപോലെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, ഇൻ്റർനാഷണൽ അഫയേഴ്സ്, പബ്ലിക് പോളിസി പോലെയുള്ള മേഖലകൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ എൻവയറമെൻറ്റ്, ഇങ്ങനെയുള്ള ചില മേഖലകൾ കൂടി ഉണ്ട് തോന്നുന്നു. ഈ ഒരു സ്കോളർഷിപ്പിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് നമ്മളെ ലോക്കലായിട്ടുള്ള റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ അവരുടെ ഓർഗനൈസേഷനായിട്ട് കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ള ചില റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് ഫുൾ ബ്രൈറ്റ് നെഹ്റു മാസ്റ്റേഴ്സിനും റോട്ടറി ഇൻ്റർനാഷണൽ ഗ്രാൻറ്റിനുള്ള ഒരു ജോയിൻറ്റ് റിക്വയർമെൻറ്റ് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് മുമ്പ് ചില പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അതായത് 3 ഇയറോ അല്ലെങ്കിൽ 5 ഇയർ ഒക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവണം, വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം, ഇൻറ്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാവണം. മാത്രമല്ല നിങ്ങൾ
ഇവിടെ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം അതായത് യു എസിൽ മാസ്റ്റേഴ്സിന് കഴിഞ്ഞതിന് ശേഷം നാട്ടിലേക്ക് തിരികെ വന്ന് നാട്ടിൽ വളരെ സോഷ്യലി ഇമ്പാക്റ്റഡ് ആയിട്ടുള്ള ചില പ്രൊജക്റ്റുകൾ ചെയ്യണം അല്ലെങ്കിൽ വർക്ക് ചെയ്യണം എന്നുള്ള നിബന്ധന കൂടിയുണ്ട്. മറ്റൊന്ന് ഹുബേർട്ട് എച്ച് ഹംഫ്രി ഫെലോഷിപ്പുകളാണ്. ഇത് കൂടുതലായിട്ട് പബ്ലിക് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസിന് നൽകുന്ന ഫെലോഷിപ്പുകളാണ്. യു എസിലെ മേജർ പബ്ലിക് അഫയേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പം നമ്മുടെ നാട്ടിലേക്കുള്ള IAS പോലെയുള്ള അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൽ 5 വർഷം വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് നൽകുന്ന ഫുള്ളി ഫണ്ടഡ് ഫെലോഷിപ്പാണ് ഹ്യൂബർട്ട് എച്ച് ഹംഫ്രി ഫെലോഷിപ്പുകൾ. ഇതൊക്കെയാണ് എക്സ്റ്റേണൽ ഫെലോഷിപ്പുകൾ. നിങ്ങൾക്ക് ഈ ഫെലോഷിപ്പുകൾക്കെല്ലാം ഒരുമിച്ച് അപേക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു ഫെലോഷിപ്പിന് അപേക്ഷിച്ച് മറ്റേതിന് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള റിക്വയർമെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഇതിൽ ചില ഇതൊക്കെ പാർഷ്യലി ഫണ്ടഡ് ആയിരിക്കും. ജയൻ ടാറ്റ എൻഡോമെൻറ്റ് ഒക്കെ ഫുള്ളി ഫണ്ടഡ് അല്ല. അപ്പോൾ നമുക്ക് ഇത് ജയൻ ടാറ്റ എൻഡോമെൻറ്റ് അപേക്ഷിക്കാം, അതോടൊപ്പം തന്നെ ആഗാഖാൻ ഫൗണ്ടേഷൻ അപേക്ഷിക്കാം, അതോടൊപ്പം തന്നെ റോട്ടറി ഗ്രാൻഡ് അപേക്ഷിക്കാം. ഇങ്ങനെയൊക്കെ വളരെ മൾട്ടിപ്പിൾ ആയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് പോകുന്നത് സബ്ജക്റ്റ്, അതായത് യൂണിവേഴ്സിറ്റികൾ പലപ്പോഴും ചില പ്രോഗ്രാമുകൾ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് അല്ലെങ്കിൽ അതിലെ ഒരാൾക്കോ അല്ലെങ്കിൽ കുറച്ച് പേർക്കോ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് അവർ തന്നെ ഫണ്ടിങ് നൽകുന്ന ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചില പ്രോഗ്രാംസിലേക്കാണ് ഞാൻ പോകുന്നത്. ഒന്നാമത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ നൈറ്റ് ഹെന്നസി പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ആ ഒരു പ്രോഗ്രാം വെച്ചിട്ട് സ്റ്റാൻഫോർഡിലെ എനിക്ക് തോന്നുന്നു പബ്ലിക് അഫയേഴ്സ് പോലെയുള്ള സോഷ്യൽ സയൻസ് ഹ്യൂമാനിറ്റീസിലുള്ള പല മാസ്റ്റേഴ്സ് പ്രോഗ്രാമിനും ഫുള്ളി ഫണ്ടഡ് ആയിട്ട് അവർ മാസ്റ്റേഴ്സ് സ്റ്റുഡൻസിനെ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസിയിലും അവർ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ യെയിലിലെ ജാക്സൺ സ്കൂൾ ഓഫ് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസിയിലും ഫുള്ളി ഫണ്ടഡ് ആയിട്ട് അവരുടെ മിക്ക കാൻഡിഡേറ്റിനെയും അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള മിക്ക കാൻഡിഡേറ്റ്സിനും അവർ ഫുൾ ഫണ്ടഡ് നൽകാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ റോട്ടറി ഇൻ്റർനാഷണൽ പറഞ്ഞിരുന്നു. റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ പീസ് ഫെലോഷിപ്പുകളുണ്ട്. ഇത് ഡ്യൂക്ക് യൂണിവേഴ്സിറ്റി, അതുപോലെ UNC ചാപ്പൽ, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന ചാപ്പിൽ, ഇവിടെ ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ കൂടി നൽകുന്ന മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസി അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ, പീസായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ്, ഇതിനൊക്കെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് നൽകുന്നത്. മറ്റൊന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫുള്ളി ഫണ്ടഡ് ഫെലോഷിപ്പ് ഉണ്ട്. അതുപോലെ ഫോർദം യൂണിവേഴ്സിറ്റിയിൽ ഐപെഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ എക്കണോമി ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നാണ് തോന്നുന്നു. അങ്ങനെ ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അതിനും ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർ ഡാമിലെ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് പോളിസി, അതുപോലെ NC സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഇൻ്റർനാഷണൽ അഫയേഴ്സ് ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ചില പ്രോഗ്രാമുകളിൽ പോളിസി ആൻഡ് ഗ്ലോബൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഫുള്ളി ഫണ്ടഡ് ഓപ്ഷൻസ് ഉണ്ട്. ഇനി റിലീജിയൻ ആൻഡ് ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റ്, സോഷ്യോ കൾച്ചറൽ ആന്ത്രപ്പോളജി ഡിപ്പാർട്ട്മെൻറ്റ് റൂത്ത് ലാൻഡസ് ഫെലോഷിപ്പ് എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് ഈ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഫുള്ളി ഫണ്ടഡ് ആണ്. അതിൻ്റെ ഫസ്റ്റ് റെസിപ്പൻ്റ് എനിക്ക് അറിയുന്ന ഒരു പാകിസ്ഥാനി കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ നമുക്കൊക്കെ ലഭിക്കാൻ പറ്റുന്ന ഒരു സ്കോളർഷിപ്പാണ്. അതുപോലെ റിലീജിയസ് സ്റ്റഡീസിൽ യേൽ യൂണിവേഴ്സിറ്റിയുടെ യേൽ ഡിവിനിറ്റി സ്കൂൾ, അതുപോലെ ഹാർവേഡ് ഡിവിനിറ്റി സ്കൂൾ, അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ഫ്ലോറിഡ, ഇവിടെയൊക്കെയുള്ള റിലീജിയസ് സ്റ്റഡീസ് അല്ലെങ്കിൽ തിയോളജി സ്റ്റഡീസിലും ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അവർ നൽകാറുണ്ട്. ഇനി ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസിൽ ജനറിക് സോഷ്യൽ സയൻസിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയുടെ മാസ്റ്റേഴ്സ് ഇൻ സോഷ്യൽ സയൻസ് എന്ന് പറയുന്ന ഒരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഉണ്ട്. അതിന് പലപ്പോഴും ചില സ്റ്റുഡൻസിന് ഫുൾ ട്യൂഷൻ വൈബർ നൽകാറുണ്ട്. അതോടൊപ്പം തന്നെ അവർ ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പ്, ടീച്ചിങ് അസിസ്റ്റൻഷിപ്പും അവർ നൽകാറുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പലപ്പോഴും ഈ ഒരു ഫുൾ ട്യൂഷൻ വൈബറും നമ്മളെ ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫണ്ടിങ് ബാലൻസ് ചെയ്യാം. അതുപോലെ ജിയോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി മാസ്റ്റേഴ്സിനും അങ്ങനെ ഒരു ഓപ്ഷൻ, അതായത് ഫുൾ ട്യൂഷൻ വേവർ തരും. അതോടൊപ്പം തന്നെ അവർ ടീച്ചിങ് അസിസ്റ്റൻഷിപ്പ് നൽകിയിട്ട് അതിൽ നിന്നുള്ള സ്റ്റൈറ്റ്മെൻറ്റോട് കൂടി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു ഓപ്ഷൻ ജിയോർജിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. മറ്റ് പല ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റുകളിലും അങ്ങനെയുണ്ട്. അതുപോലെ ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റി സ്റ്റഡീസിൽ ഓഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട്. ഹിസ്റ്ററിയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒറഗൺ, മിസിസിപ്പി, ഒഹിയോ, യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് ഇലിനോയ്സ്, ഓബോൺ, ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റിയിൽ MA ഹിസ്റ്ററിയിലും ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ട്യൂഷൻ വേവറും ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പും എന്നുള്ള ഒരു രീതി. അതുപോലെ ഇംഗ്ലീഷ് ലിംഗ്വിസ്റ്റിക്സിൽ ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികൾ, ജേർണലിസത്തിൽ ഒഹിയോ സ്റ്റേറ്റ്, അരിസോണ, ബേലർ യൂണിവേഴ്സിറ്റി, ഇവിടെയൊക്കെ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഓപ്ഷൻസ് ഈ
യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞ ചിലത് യൂണിവേഴ്സിറ്റികൾ ആദ്യമേ ഫുള്ളി ഫണ്ടഡ് ആയിട്ട് നൽകുന്നതാണ്. ചിലപ്പോൾ മറ്റുള്ളത് യൂണിവേഴ്സിറ്റികൾ ഫുൾ ട്യൂഷൻ വേവറും അതോടുകൂടി ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പും ആ ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പിൻ്റെ കൂടെ സ്റ്റൈപ്പൻറ്റും നൽകുന്ന രീതിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഫുൾ ട്യൂഷൻ വേവർ പ്ലസ് ഗ്രാജുവേറ്റ് അസിസ്റ്റൻഷിപ്പ് പ്ലസ് മറ്റ് എക്സ്റ്റേണൽ സ്കോളർഷിപ്പ് ഇങ്ങനെയൊക്കെ ബാലൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇതൊക്കെയാണ് ഫണ്ടഡ് ആയിട്ടുള്ള മാസ്റ്റർ സ്കോളർഷിപ്പുകളായിട്ട് എൻ്റെ ഒരു ഇതിൽ വന്നിട്ടുള്ളത്. ഇതിന് പുറമേ ഉണ്ടാകാം. നിങ്ങൾക്ക് കൂടുതൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങളാണ് US അപ്ലിക്കേഷനിൽ US PhD മാസ്റ്റേഴ്സ് ഓപ്പർച്യൂണിറ്റീസിൽ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്, അപ്ലിക്കേഷൻ ഒരിക്കലും ഒരു മെട്രിക് മാത്രം ഉപയോഗിച്ചിട്ടല്ല, മറിച്ച് നമ്മുടെ റിസർച്ച് ഐഡിയ എത്രത്തോളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഫിറ്റാണ്, നമ്മുടെ റിസർച്ച് നമ്മുടെ ആ ഒരു ക്വാളിറ്റി, നമുക്കുള്ള ഒരു എക്സെപ്ഷണൽ ക്വാളിറ്റി ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടുതൽ യോജിച്ചതായിരിക്കാം. അങ്ങനെയുള്ളൊരു ഫിറ്റൊക്കെ കൂടുതൽ എന്താണ് ഇവാലുവേഷനിൽ എടുക്കുന്ന ഒരു രീതിയാണ് US അഡ്മിഷൻ ഉള്ളത്. മറ്റൊന്ന്, നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് വേണ്ടി നോക്കുമ്പോൾ അതിൻ്റെ ടൈറ്റിൽ മാത്രം നോക്കിയത് പൊളിറ്റിക്കൽ സയൻസിലുള്ള ഒരു ടോപ്പിക് ആണെങ്കിൽ കൂടി ഇൻ്റർ ഡിസിപ്ലിനറി പ്രോഗ്രാംസ്, ഇൻ്റർ ഡിസിപ്ലിനറി ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് നോക്കാം, ഏരിയ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റുകൾ നോക്കാം. പലപ്പോഴും അവിടെ കൂടുതൽ ഫണ്ടിങ് ഓപ്ഷൻസ് ഉണ്ടാകാം. മറ്റൊന്ന്, ഫണ്ടിങ്ങിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ എപ്പോഴും വളരെ ഏർലി ആയിട്ട് തന്നെ നിങ്ങളെ പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഒരിക്കലും സിംഗിൾ സോഴ്സിൽ മാത്രം ലഭിക്കാതെ ഒരു ഫണ്ടിങ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യരുത്. മറ്റ് പല ഫണ്ടിങ്ങുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അതിന് ചിലപ്പോൾ അപ്ലിക്കേഷൻ ഡെഡ് ലൈൻസ് മുമ്പേ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇതാണ് പറയാനുള്ളത്. ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. ഓക്കെ. Thanks for hearing. I think it was a very long presentation as well, and I hope you are not bored. Thank you, sir. If you have any doubt, you can ask. ചാറ്റ് ബോക്സ് ഉപയോഗിക്കുക, അതുപോലെ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക കേട്ടോ. Okay. Let me see. എക്കണോമിക്സിൽ ആൻഡ് ഇസ്ലാമിക് എക്കണോമിക് ഫീൽഡിൽ ഓപ്ഷൻസ് എൻ്റെ ശ്രദ്ധയിൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഉണ്ടാകുന്നതാണ്. അതായത് ഞാൻ എൻ്റെ ഒരു ശ്രദ്ധയിൽ പെടാത്തത് കൊണ്ടാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇസ്ലാമിക് എക്കണോമിക്സ് എന്ന് പറയുന്ന മാസ്റ്റേഴ്സ് ഉണ്ടാവൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എക്കണോമിക്സ് അതന്നെ എക്കണോമിക്സിൽ വളരെയധികം മറ്റ് പല ഫീൽഡുകൾ ഉണ്ടാകാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ജനറൽ എക്കണോമിക്സ് ഡിഗ്രികൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകാം. അതിന് തന്നെ ഫണ്ടിങ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് യെയിൽ യൂണിവേഴ്സിറ്റി ഒന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. യെയിൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മലയാളി എനിക്കറിയാം. അപ്പോൾ അത്തരം ഓപ്ഷൻസ് അവിടെ ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. Sufia, yes, you can certainly do that for all of them. Because US is also a very diverse country. So the last year I was in New York, and it's a very cosmopolitan city where all religious communities and religious ethnic communities and people from different nationalities interact. So your costumes, your food, or your cultural differences does not matter at all. In fact, every US department has a diversity department, has a diversity policy whereby they are actively pursuing students from diverse backgrounds who have gone through diverse social institutions and cultural institutions. So I think people from different cultural institutions and different cultural communities and different religious communities are always respected and are actually given priorities if they are marginalized.
As I mentioned, GRE has been waived in most US and US social science and humanities departments since COVID. So I don't think most of the US US social science and humanities departments require GRE now. Any other questions? I think all everything is clear, so we can wind the title. Tasnia is here. Yes, sir. Okay, go ahead. So we are winding up the session. So thank you, Mr. Abdul Fattah sir, for an eye-opening session and for guiding us through each and every steps. I hope the session proves helpful for every social science and humanities aspirant. Thank you to all participants for joining us. On behalf of Polygrid, thank you all and have a great evening. Bye.